ഇങ്ങനെ ഒരു ഡാൻസ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആക്ച്വലി. കഥ പറയുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. പിന്നെ ഇപ്പോൾ ഡാൻസ് പഠിക്കാതെ വേറെ വഴിയില്ലല്ലോ. നോക്കുമ്പോൾ കുറേ ഡാൻസേഴ്സൊക്കെ റെഡി ആയിട്ട് വന്നിരിക്കുക. പിന്നെ കൊറിയോഗ്രാഫർ, അത് ഇത് ഫുൾ സെറ്റപ്പ്, ലൊക്കേഷൻ, ക്യാമറ എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഡാൻസ് കളിക്കാതെ വേറെ വഴിയില്ല. പറ എന്താ ഡാൻസ്, സ്റ്റെപ്പ് പറ. അങ്ങനെ സ്റ്റെപ്പ് പഠിച്ച് പിന്നെ ഇവന്മാരൊന്നും ഇപ്പോൾ ഗുരുവായൂരമ്പല നടയിൽ ചെയ്യുമ്പോൾ അതിൽ കൂടെ ഡാൻസ് കളിക്കുന്നവരൊക്കെ അടിപൊളിയാവും. നിഖില, വിമല്, അനശ്വര ഇവരൊക്കെ പണ്ട് കലാപ്രതിഭയോ കലാതിലകമോ ഒക്കെയാണ്. അപ്പം അവരുടെ കൂടെ ഡാൻസ് കളിക്കുന്നതിൻ്റെതായ റിസ്ക് ഉണ്ട്. ഇതിൽ പക്ഷേ ഇവനും സുരേഷ് ഏട്ടനും രാജേഷ് ഗുരുവായൂരിൽ ആരോടെ കളിക്കുന്നത്? അത് അവിടെ വേറെ കഥ. എന്നാ പിന്നെ ഞാൻ ഗുരുവായൂർ നടക്കുകയാണ്. അപ്പം പാട്ട് മറ്റേ ഡാൻസ് കളിച്ച് കുഴഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് സിംഗിൾ ഷോട്ടാ ഇങ്ങനെ കളിച്ച് ക്യാമറ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവാണ്. അപ്പൊ ഇത് കറക്റ്റാക്കി സെറ്റാക്കി 32 ടേക്കാണ് അവസാനം പോയത്. അത് ഏകദേശം 40 സെക്കൻഡോളം ഉണ്ട്. ഇങ്ങനെ നിന്ന് കളിക്കണം. ഇത് കഴിയുമ്പോൾ വീണ്ടും ക്യാമറ വരുന്നത് ശരിയാകുന്നില്ല. ഇനി ഫ്രണ്ട് നിന്ന് തെറ്റിക്കുക. ബാക്കി നിൽക്കുന്ന ഞങ്ങൾ പഠിച്ച് കഴിഞ്ഞ്. കാരണം ഇനി വേറെ എന്തെങ്കിലും ഇടാനുള്ള രീതിയിലായി. കാരണം അത്രയും പ്രശ്നം നിന്ന് കളിക്കുക. ഫ്രണ്ട് നിന്ന് തെറ്റിച്ചിട്ടാണോ 32? ഞാൻ എവിടെയും പറയും. എന്നിട്ട് സോറിയേ. അപ്പൊ ആദ്യത്തെ സോറിയൊക്കെ കുഴപ്പമില്ല, അവസാനൊക്കെ ഇങ്ങനെ ആയി തുടങ്ങിയ. എന്നിട്ട് 32 ടേക്ക് കഴിഞ്ഞിട്ടാണ് ഈ സാധനം ശരിയാക്കി എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തൊക്കെ വെച്ച് ശരി. എന്നിട്ട് വോൾവോയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് അമ്മരം കൂടെ വിളി, നമുക്ക് ഫുഡ് കഴിക്കാം. മറ്റേ കുറ്റബോധം, നമ്മള് കാരണമാണല്ലോ പാവം പിള്ളേര്. അപ്പൊ നമ്മള് നേരെ വോൾവോയ്ക്കകത്തൊക്കെ കയറി, ഞാൻ സാബും കയറി നേരെ ഒരു ദോശക്കട കൊണ്ട് കാല കൊണ്ട് എന്നിട്ടൊരു ദോശയും ചമ്മന്തിയും കഴിച്ചിട്ട് പറഞ്ഞു പോകോളാം. എന്നിട്ട് രാവിലെ നൈറ്റ് ഷൂട്ട്. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ രാവിലെ 5 മണിക്ക് നിനക്ക് ദോശ അല്ലാതെ പിന്നെ എന്താ? അത് കഴിഞ്ഞുള്ള ദിവസങ്ങളുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും മേടിച്ചെന്നോ? അതിന് പിന്നെ സമയം കിട്ടില്ല.